കേവലം ഒരു ഭൗതിക പ്രസ്ഥാനമായി കാണാൻ പാടില്ല. നിന്റെ വ്യക്തിപരമായ ഒരു ദൂഷ്യതയും ഈ സംഘടനയുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല. എന്റെ താല്പര്യത്തിന് വേണ്ടി ഔലിയാക്കൾ പൊരുത്തം തന്ന പ്രസ്ഥാനത്തെ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ വിചാരിച്ചത് നടക്കാൻ വേണ്ടി സംഘടനയെ ദുരുപയോഗം ചെയ്തുകൂടാ. അവനവന്റെ താല്പര്യത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ സംഘടനകളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി ഒരുമയോടെ പ്രവർത്തിക്കാനുള്ള മനസ്സ് വേണം. എന്റെ അഭിപ്രായം നടക്കാത്തത് കൊണ്ട് കാര്യം നടക്കണ്ടാന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു SYS-കാരനും തീരുമാനിക്കരുത്, ഒരു SSF-കാരനും ചിന്തിക്കരുത്, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും ആലോചിക്കരുത്. ഇഖ്ലാസോടെ റബ്ബിന്റെ ദീനിനെ അമൽ ചെയ്തോ, അല്ലെങ്കിൽ ഈ പ്രവർത്തനം കൊണ്ട് ഒന്നും കിട്ടാനില്ല. ഈ സംഘടന നിങ്ങൾക്ക് പൈസ തരുന്ന സംഘടനയല്ല, അധികാരം തരുന്ന സംഘടനയല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങൾ തരുന്ന സംഘടനയല്ല. അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി ചാപ്പനങ്ങാടി ഉസ്താദ് പൊരുത്തം തന്ന സംഘടനയാണ്. താജുൽ ഉലമ അധ്വാനിച്ച പ്രസ്ഥാനമാണ്. അതുപോലെ ആലിമീങ്ങളായ ആലിമീങ്ങൾ മുഴുവനും അവരുറക്കൊഴിഞ്ഞ് അധ്വാനിച്ച പ്രസ്ഥാനമാണ്. ഇതിൽ എന്റെ താല്പര്യം അങ്ങോട്ട്, അവന്റെ താല്പര്യം ഇങ്ങോട്ട്, എന്റെ ചിന്ത ഇങ്ങോട്ട്, അവന്റെ ചിന്ത അങ്ങോട്ട്. അങ്ങനെ ഒരു ചിന്ത ഒരു പ്രവർത്തകനും ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസോടെ റബ്ബിന് വേണ്ടി അമൽ ചെയ്തോ, അതല്ലാത്ത ഒരു അമലിനും വിലയില്ല. ഇത് രാഷ്ട്രീയ സംഘടനയല്ല, അവനവന്റെ താല്പര്യത്തിന് ചിന്തിക്കാനുള്ളതല്ല, ആർക്കും ആളാവാനും നെയ്യാനുമുള്ളതല്ല. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഔലിയാക്കളുടെ തണലിൽ നടക്കുന്നതാണ്. അറിയുമോ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ആശീർവാദത്തോടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തത്തോടെ, ഔലിയാക്കൾ സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ അതാ ഒരു സമയം പോലും വെറുതെ കളയാതെ നല്ലതുകൊണ്ട് മാത്രം ജോലിയായ നൂറുൽ ഉലമ ഉസ്താദ് അവരുടെ, അതുപോലെ തന്നെ മുത്തുനബിതങ്ങളെ കണ്ട് പൊരുത്തം വാങ്ങി ഈ ലോകത്തോടെ യാത്രയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരുടെ, ജമലുൽ ലൈലി തങ്ങളുടെ പാപ്പയുടെ, അവരുടെയൊക്കെ സാന്നിധ്യം നേതൃത്വം വഹിച്ചു പോയ മഹത്തായ പ്രസ്ഥാനമാണ്. ഇഖ്ലാസോടെ അമൽ ചെയ്യണേ. എന്നോട് ഞാൻ വഅദ് പറയുകയാണ്, നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. എനിക്കെന്നെല്ലാം ഈ ദീനിന് ഉപകാരപ്പെടുന്ന സേവനം ചെയ്യാമോ, അക്കാലത്ത് എനിക്ക് കഴിയും പോലെ ചെയ്യണം. എനിക്കിവിടെ ഞാനിവിടെ ചെയ്തില്ലെങ്കിൽ സംഘടന ഉണ്ടാവൂലാന്ന് അതാരെങ്കിലും വിചാരിച്ചാൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ ദീന് നിലനിർത്തുന്ന ഉത്തരവാദിത്വം അല്ലാഹ് ഏറ്റെടുത്തതാണ്. എന്നെ കണ്ടിട്ട് ഏറ്റെടുത്തതല്ല, നിങ്ങളെ കണ്ടിട്ട് ഏറ്റെടുത്തതല്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹുവിന്റെ ദീൻ അവതരിപ്പിച്ചത് അവനാണ്, അതാ അവൻ തന്നെ അത് നിലനിർത്തുമേ. ഞാനില്ലെങ്കിൽ ഇത് നടക്കൂലാന്ന് ആരും ചിന്തിച്ചു പോകണ്ട. എന്നെ ഒരു SYS-കാരനാക്കിയത്, എന്നെ ഒരു SSF-കാരനാക്കിയത്, എന്നെ ഒരു SBS-കാരനാക്കിയത് അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന ഔദാര്യമാണ്. അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തന്ന ഒരു അവസരമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി